ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിൽ നിന്ന് ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്ത ആരെയും അത്ഭുതപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമാണ്. അവിടുത്തെ മയക്കുമരുന്ന് മാഫിയ തലവൻ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഞായറാഴ്ച കൊല്ലപ്പെട്ടു. എൽ മെഞ്ചോ എന്നറിയപ്പെടുന്ന നെവസിയോ ഒസേഗൂറ സർവാൻസ് 59-നെയാണ് സൈന്യം വധിച്ചത്. ജാലിസ്കോ ന്യൂ ജനറേഷൻ CJNG എന്ന വൻ ക്രിമിനൽ സംഘത്തിന്റെ തലവനായിരുന്നു ഒസേഗൂറ. ജാലിസ്കോ സംസ്ഥാനത്തെ തപാൽപ പട്ടണത്തിൽ സൈനികരുമായുള്ള ഏറ്റുമുട്ടലാണ് എൽ മെഞ്ചോയും അദ്ദേഹത്തിന്റെ ഏതാനും അനുയായികളും കൊല്ലപ്പെട്ടത്. കൊക്കൈൻ, ഹെറോയിൻ, മെത്താഫെറ്റാമൈൻ എന്നിങ്ങനെ മാരകമായ മയക്കുമരുന്ന് കടത്ത് സംഘത്തിന്റെ തലവനായിരുന്നു അദ്ദേഹം. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് എൽ മെഞ്ചോയുടെ അനുയായികൾ കലാപത്തിനിറങ്ങിയതോടെ മെക്സിക്കോ ഇന്ന് അശാന്തമാണ്. അക്രമം രാജ്യത്തെ ഭൂരിപക്ഷം സംസ്ഥാനത്തേക്കും ബാധിച്ചു. പ്രധാന റോഡുകളെല്ലാം അക്രമി സംഘം തടയുകയും വ്യാപകമായി വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തു. ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നും വീടുകളിൽ തന്നെ കഴിയാനും സർക്കാർ അഭ്യർത്ഥിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. സ്കൂളുകൾക്ക് അവധി നൽകി. പൊതുഗതാഗതം നിരോധിച്ചു. മെക്സിക്കോയോടൊപ്പം അമേരിക്കയും കാനഡയുമെല്ലാം മെക്സിക്കോയിലേക്കുള്ള വിമാന സർവീസുകളെല്ലാം നിർത്തിവെച്ചു. വിമാനത്താവളം പോലും ആക്രമണത്തിനിരയായി. പ്രധാന നഗരങ്ങളിലെല്ലാം അക്രമം വ്യാപിച്ചതോടെ പൊതുജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ജനം ശാന്തത പാലിക്കണമെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോം ആവശ്യപ്പെട്ടു. എൽ മെഞ്ചോയെ പിടികൂടുന്നവർക്ക് അമേരിക്ക നേരത്തെ $15 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഒസേഗൂറ 1990-കൾ മുതൽ മയക്കുമരുന്ന് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എന്നാണ് പറയുന്നത്. ചെറുപ്പത്തിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി അവിടെയായിരുന്നു താമസം. 1994-ൽ കാലിഫോർണിയയിൽ ഹെറോയിൽ വിതരണം ചെയ്ത കേസിൽ ജില്ലാ കോടതി അദ്ദേഹത്തെ 3 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. ജയിൽ മോചിതനായ ശേഷം മെക്സിക്കോയിലേക്ക് അദ്ദേഹത്തെ നാടുകടത്തുകയായിരുന്നു. തുടർന്ന് മയക്കുമരുന്ന് രാജാവ് ഇഗ്നാസിയോ കൊറോണൽ വില്ലാരിയലുമായി ചേർന്ന് മയക്കുമരുന്ന് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. 2007-ലാണ് ഇപ്പോൾ ലോകമാകെ അറിയപ്പെടുന്ന ഈ മയക്കുമരുന്ന് സംഘം CJNG രൂപീകരിച്ചത്. കാണാമറയത്തിരുന്നാണ് അദ്ദേഹം മയക്കുമരുന്ന് സാമ്രാജ്യം നിയന്ത്രിച്ചത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പഴയ ചിത്രങ്ങളല്ലാതെ പുതിയ ചിത്രങ്ങളോ വീഡിയോയോ ഒന്നും ലഭ്യമല്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജനസംഖ്യയിൽ 13ാമത്തെ രാജ്യമാണ് മെക്സിക്കോ. 13 കോടി ജനങ്ങളിൽ 10 കോടിയോളം കത്തോലിക്ക മതവിശ്വാസികളാണ്. ബാക്കി പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരും നിരീശ്വരവാദികളുമാണ്. മയക്കുമരുന്ന് മാഫിയകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും കൊലപാതകങ്ങളും അക്രമ പ്രവർത്തനങ്ങളുമെല്ലാം എന്നും മെക്സിക്കോ നിവാസികൾക്ക് തലവേദനയായിരുന്നു.